ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ സച്ചിയുടെയും രേവതിയുടെയും വിശേഷത്തിൽ നമുക്ക് കാണുന്നത് നമ്മുടെ രേവതിക്ക് സംഭവിച്ച ആക്സിഡൻറ്റിനെ കുറിച്ച്, അപകടത്തെക്കുറിച്ച് ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിൽ വളരെ ദുഃഖിതനായിരിക്കുന്ന സച്ചിയും അതിനോടൊപ്പം ആ ദുഃഖം രേവതിയോട് പറയുമ്പോൾ രേവതി പൊട്ടിക്കരയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനോടൊപ്പം നമ്മുടെ രവീന്ദ്രന് രേവതി ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വീട്ടിലെ ആകെ താറുമാറായി നിൽക്കുന്ന ഒരു ഭാഗമാണല്ലോ. വീട്ടിലെ ജോലികൾ ചെയ്യാൻ ആളില്ല, ആഹാരം ഉണ്ടാക്കാൻ ആളില്ല, അതുപോലെ കൃത്യസമയത്ത് ചായ പോലും ആർക്കും ലഭിക്കാത്ത ചില സാഹചര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തായാലും അടുക്കളയിലേക്ക് ഓടി വന്ന സച്ചിയോട് രവീന്ദ്രൻ പറയാണ്, മോക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. രേവതി മോൾ ഈ വീട്ടിൽ ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നും നമ്മളെയൊക്കെ തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം ഒരുക്കിയ ഒരു അപകടമായിരിക്കും, അല്ലെങ്കിൽ അവൾ മോളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടി നടന്ന ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഇത് കാണേണ്ടത്. കാരണം അത്രത്തോളം മോളെ ഇവിടെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവളുടെ ആ സാന്നിധ്യമില്ലാതെ ഈ വീട്ടിലെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ സച്ചിക്കും ഒരുപാട് സങ്കടം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സങ്കടം ഉണ്ടായപ്പോൾ നമ്മുടെ രവീന്ദ്രനെ ആശ്വസിപ്പിക്കുകയും അതുപോലെ രവീന്ദ്രൻ സച്ചിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും രവീന്ദ്രൻ പറഞ്ഞ വാക്കുകൾ സച്ചി ഒത്തിരി അലട്ടുന്നുണ്ട്. അങ്ങനെ ആ അലട്ടിയപ്പോൾ രേവതിയുടെ അടുക്കൽ ചെന്ന് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും തന്നെ കൊല്ലുവാൻ രേവതിനെ കൊല്ലുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചു, പക്ഷേങ്കിൽ ഇനി ഇപ്പോഴും എനിക്ക് പേടിയുണ്ട്. നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ കാര്യത്തിലും എനിക്ക് ചില പേടികളൊക്കെ ഉണ്ട് എന്ന് രേവതിയോട് സച്ചി പറയാട്ടോ. നിന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചവരുടെ ലക്ഷ്യം ഞാനായിരുന്നുവെന്നും എനിക്കും ഒരു ഭയമുണ്ട്, എന്നെയും ഈ വീട്ടിൽ കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ സച്ചി രേവതിയോട് പറയുമ്പോൾ രേവതി പെട്ടെന്ന് ഞെട്ടിപ്പോവുകയും അതുപോലെ സച്ചി ഓർത്ത് പൊട്ടിക്കരയുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ കാര്യമാണ്. ശ്രുതിയുടെ കാര്യത്തിൽ നമ്മുടെ ശ്രുതിക്ക് എന്തെങ്കിലും ചെയ്യണം, പൈസ കൊടുക്കാനില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതിനെ നീലിമയുടെ കന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണം. അതിന് സച്ചിനെ വിളിച്ച് അറിയിച്ചാലോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. എന്തായാലും നമ്മുടെ നീലിമയും തൻ്റെ കൊട്ടേഷൻ സംഘങ്ങളും നമ്മുടെ ശ്രുതിയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. കെട്ടിയിട്ട് ഉപദ്രവിക്കുകയും പൈസയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ശ്രുതിയെ വിളിപ്പിക്കുന്നു. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുന്ന ഒരു ഭാഗങ്ങളും അതുപോലെ അതിനുശേഷം ചില തന്ത്രപരമായ നീക്കങ്ങളൊക്കെ നടത്തി കേട്ടോ. അങ്ങനെ നീലിമ മറുസൈഡിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രുതിയെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ അല്ലാത്ത പക്ഷം ശ്രുതിയെ കൊന്നുകളയുമെന്ന് പറയുകയൊക്കെ ചെയ്യുക. അങ്ങനെ ശ്രുതിനെയും വിരട്ടി തോക്കിൻ്റെ മുറിയിൽ നിർത്തുന്ന ചില രംഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡുണ്ട്. അപ്പോൾ ഇതൊരു പ്രമോ വിശേഷമാണ്. വീണ്ടും റിയൽ വിശേഷമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.